എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും ഉഷാറായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭൂമിശാസ്ത്രം അനുസരിച്ചുള്ള വീഡിയോ ആണ്. ഇതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 8ാമത്തെ ചാപ്റ്ററാണ്. 10ാം ക്ലാസ് ജോഗ്രഫിയിലെ 8ാമത്തെ ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററോട് കൂടി എന്ത് ചെയ്തു, നമ്മൾ SCERT ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് NCERTയിലെ കുറച്ച് പോർഷനാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഏഴാം തീയതി നമ്മുടെ പാലക്കാട് LDC വരികയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇനിയുള്ള കുറച്ച് ദിവസം നമുക്ക് കുറച്ച് കറണ്ട് അഫെയർസ് ആണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നാളെ നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കേന്ദ്ര മന്ത്രിസഭയാണ്. 2024 കേന്ദ്ര മന്ത്രിസഭയാണ്. പിന്നെ നമുക്ക് കേരള മന്ത്രിസഭ, അതുപോലെ പ്രധാനപ്പെട്ട ഒരുവിധം എല്ലാ കറണ്ട് അഫെയർസും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 10 ദിവസം കൊണ്ട് ഒന്ന് കവർ ചെയ്ത് പോവാം. അതിനുശേഷം നമുക്ക് NCERTയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതൊക്കെ ഞാൻ എൻ്റെ ടെലിഗ്രാമിൽ പോളായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കാണുന്നത് പോലെ കേരള PSC ട്രെൻഡ്സ് എന്ന് ടെലിഗ്രാം ബാറിൽ സെർച്ച് ചെയ്ത് എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് പോളുകളൊക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വീഡിയോ കേട്ടാലും മതി. എന്തായാലും രണ്ടും ഒരേ സാധനങ്ങളാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് പോൾ അറ്റൻഡ് ചെയ്ത് പഠിക്കാം, ഇത് വീഡിയോ ക്ലാസ് കേട്ട് പഠിക്കാം. എന്തായാലും എങ്ങനെയായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രധാന ഗതാഗത മാർഗമാണ് റെയിൽ ഗതാഗതം, റോഡ് ഗതാഗതം, വ്യോമഗതാഗതം, ജലഗതാഗതം. ഇതിലേത് ഗതാഗത മാർഗ്ഗമാണ് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായ ഗതാഗത മാർഗം എന്ന് പറയുന്നത് ഏതാണ്? ഒന്ന് പറയൂ, ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, റോഡ് ഗതാഗതമാണ്. ഏതാണ്? റോഡ് ഗതാഗതമാണ്. നമുക്കറിയാം, സിമ്പിൾ കാര്യമാണ്. പക്ഷേ എന്താ പറയുക, ചില സമയം നമ്മൾ സിമ്പിളായി വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് PSC പരീക്ഷയ്ക്ക് വന്നാൽ നമ്മൾ കൺഫ്യൂഷൻ ആവും, നമ്മൾ മൈനസ് മാർക്ക് വാങ്ങിച്ചു കൂട്ടും. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളാണെങ്കിൽ കൂടി ഈ ഒരു ചോദ്യം ഇതിൽ ഉൾപ്പെടുത്താനുള്ള കാരണം. SCERTയിൽ ആവുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണ്. കാരണം 7ാം ക്ലാസ് SCERTയിലെ ഒരു പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിരുന്നു. നോക്കി നിൽക്കെ പെട്ടെന്ന് ജലം ഉയർന്ന പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ ഓപ്ഷൻ തന്നിരുന്നത് വെള്ളപ്പൊക്കം, മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ, ഇങ്ങനെ ഓപ്ഷൻ തന്നിരുന്നു. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നോക്കി നിൽക്കെ പുഴകളിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്ന പ്രതിഭാസം എന്താണ്? മലവെള്ളപ്പാച്ചിലാണ്. അതിനാണ് എന്ത് പറയുന്നത്? മലവെള്ളപ്പാച്ചിൽ. വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ എന്താണ്? വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ അത് മഴ പെയ്തുകൊണ്ട് നമ്മുടെ നദികളിലും ജലനിരപ്പ് ഉയർന്ന് അത് കരയിലേക്ക് വ്യാപിക്കുന്നതാണ് വെള്ളപ്പൊക്കം. അപ്പോൾ രണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. സിമ്പിൾ സാധനമാണെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അതുപോലെ ഒരു ഫാക്റ്റാണ് എന്ത് ഇത്. ഇപ്പോൾ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വ്യാപിച്ച് കിടക്കുന്ന ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രധാന ഗതാഗത മാർഗം എന്ന് പറഞ്ഞാൽ അത് റോഡ് ഗതാഗത മാർഗ്ഗമാണ്. നമുക്കറിയാം, റോഡ് ഗതാഗതമാകുമ്പോൾ നമുക്ക് ഏത് മുക്കിലും മൂലയിലും ഏത് ഉള്ളേരിയയിലും ഏത് പോക്കറ്റ് ഏരിയയിലും കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. റെയിലിനും വ്യോമഗതാഗതത്തിനും ഒക്കെ പരിമിതിയുണ്ട്, ജലഗതാഗതത്തിനും പരിമിതിയുണ്ട്. ജലഗതാഗതത്തിന് എന്താണ്? ജലം അത്യാവശ്യമാണ്. പിന്നെ വ്യോമഗതാഗതം നമുക്കറിയാം, എയർപോർട്ട് ഫെസിലിറ്റി വേണം. പിന്നെ റെയിൽ ഗതാഗതം നമുക്കറിയാം, എന്താണ് എല്ലാ മലകൾ കുന്നുകളിലൊന്നും പോകാൻ കഴിയാത്തതാണെന്ത്? റെയിൽ ഗതാഗതം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? ഓപ്ഷൻ ബി ആണ്, റോഡ് ഗതാഗതമാണ്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ഏതാണ്? ദേശീയപാതയാണോ, സംസ്ഥാന ഹൈവേയാണോ, ജില്ലാ റോഡാണോ, ഗ്രാമീണ റോഡാണോ? ജില്ലാ റോഡും ഗ്രാമീണ റോഡും നമുക്ക് കട്ട് ചെയ്യാം. പിന്നെന്താണ്? സംസ്ഥാന ഹൈവേ, ദേശീയപാത, ഇത് രണ്ടാണ് ഒരു കൺഫ്യൂഷൻ വരിക. അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് എന്ന് പറയുന്നത് ഏതാണ്? ദേശീയപാതകളാണ്. അപ്പോൾ ദേശീയപാതകൾ എന്താണ്? രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളെയും പ്രധാന നഗരങ്ങളെയും തുറമുഖങ്ങൾ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡുകളാണെന്ത്? ദേശീയ പാതകൾ എന്ന് പറയുന്നത്. ഈ ദേശീയപാതയുടെ നിർമ്മാണ ചുമതല ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. അതും കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണെന്ത്? സംസ്ഥാന ഹൈവേകൾ. അപ്പോൾ സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ. ഇതിൻ്റെ നിർമ്മാണ ചുമതല ആർക്കാണ്? സംസ്ഥാന സർക്കാരുകൾക്കാണ്.
ഇപ്പോൾ എന്താണ് സംസ്ഥാന ഹൈവേകൾ എന്ന് പറയുന്നത്? സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറയുന്നത് സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ്. ഇപ്പോൾ നമ്മൾ സംസ്ഥാന തലസ്ഥാനം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ്. ഈ തിരുവനന്തപുരത്തെ എല്ലാ ജില്ലകളുടെയും ആസ്ഥാനം, തിരുവനന്തപുരത്തെ അവിടുന്ന് മുതൽ കൊല്ലം അങ്ങനെ കാസർഗോഡ് വരെയുള്ള ജില്ലകളുടെ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളെയാണ് നമ്മൾ സംസ്ഥാന റോഡുകൾ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ദേശീയ പാതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ, അതായത് ഡൽഹിയെയും അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങളെയും, അതായത് ഡൽഹി, തിരുവനന്തപുരം, കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം, തമിഴ്നാടിൻ്റെ തലസ്ഥാനം, അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങളെയും അതേപോലെ ചില പ്രധാനപ്പെട്ട തുറമുഖങ്ങളെയും ഇങ്ങനെ ഇവിടങ്ങളിലേക്കൊക്കെ ബന്ധിപ്പിക്കുന്ന റോഡുകളാണെന്ത്? ദേശീയ പാതകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡ് ഏതാണ്? സ്വാഭാവികമാണ്, നമുക്ക് ആ പേരിൽ തന്നെ കിട്ടും, ജില്ലാ റോഡാണ്. അപ്പോൾ ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡാണെന്ത്? ജില്ലാ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളറിയാം പാലക്കാടിൻ്റെ ആസ്ഥാനമായ പാലക്കാട് ടൗൺ മുതൽ ആ ടൗണിനെ ബാക്കിയുള്ള ജില്ലേൻ്റെ എല്ലാ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളെയാണ് നമ്മളെന്ത് പറയുന്നത്? ജില്ലാ റോഡുകൾ എന്ന് പറയുന്നത്. ജില്ലാ റോഡുകളുടെ നിർമ്മാണ ചുമതലയും അതുപോലെ അതിൻ്റെ മെയിൻ്റനൻസും ആർക്കാണ്? അത് ജില്ലാ പഞ്ചായത്തിനാണ്. ജില്ലാ റോഡുകളുടെ അതിൻ്റെ അതിൻ്റെ നിർമ്മാണ ചുമതല അതുപോലെ അത് ശരിയാക്കാനുള്ള ചുമതലയൊക്കെ ആർക്കാണ്? ജില്ലാ പഞ്ചായത്തിനാണ്. അടുത്ത ചോദ്യം നോക്കാം. ഗ്രാമീണ റോഡുകളെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഗ്രാമീണ റോഡുകളെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നെന്താണ് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. പ്രസ്താവനകൾ നോക്കാം. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. അതെന്താണ്? ശരിയാണ്. അപ്പോൾ ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകൾ ഏതാണ്? ഗ്രാമീണ റോഡുകളാണ്. അപ്പോൾ ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണെന്ത്? ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഏതാണ്? ഗ്രാമീണ റോഡുകളാണ്. അതും ശരിയാണ്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. അതും ശരിയാണ്. അപ്പോൾ എന്താണ്? എല്ലാം ശരിയാണ്. അപ്പോൾ ഗ്രാമീണ റോഡുകളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ നോക്കാം. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണെന്ത്? ഗ്രാമീണ റോഡുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% എന്താണ്? ഗ്രാമീണ റോഡുകളാണ്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും ആർക്കാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. അടുത്തത് എന്താണ്? ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ദേശീയ പാതകളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതും ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ദേശീയ പാതകളുടെ നിർമ്മാണ ചുമതലയും അതുപോലെ അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ പാച്ച് വർക്കുകൾ കാര്യങ്ങളൊക്കെ ആർക്കാണ്? അതിൻ്റെ ചുമതല ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. ശരിയാണ്. സംസ്ഥാന ഹൈവേകളുടെ നിർമ്മാണ ചുമതല ആർക്കാണ്? സംസ്ഥാന സർക്കാരുകൾക്കാണ്. അതും ശരിയാണ്. ജില്ലാ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ജില്ലാ പഞ്ചായത്തുകളാണ്. അതും ശരിയാണ്. അപ്പോൾ എന്താണ്? എല്ലാം ശരിയാണ്. ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന ഹൈവേകളുടെ നിർമ്മാണ ചുമതല ആർക്കാണ്? സംസ്ഥാന സർക്കാരുകൾക്കാണ്. ജില്ലാ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ആരാണ്? ജില്ലാ പഞ്ചായത്തുകളാണ്. അപ്പോൾ എന്താണ്? എല്ലാം ശരിയാണ്. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേകൾ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ മെഗാ നഗരങ്ങൾ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഖാദി ബോർഡ് പ്രിലിംസിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ 10th ലെവൽ പ്രിലിംസ് ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിലൊക്കെ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യഭാഗം കൂടിയാണ് SCRTയിലെ ഈ ഒരു ഭാഗം. അപ്പോൾ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേകൾ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ മെഗാ നഗരങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, അഹമ്മദാബാദ്, ഹൈദരാബാദ്, കാശ്മീർ ഓപ്ഷൻ എ. ഡൽഹി, ലുധിയാന, കൊൽക്കത്ത, കന്യാകുമാരി ഓപ്ഷൻ ബി. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ഓപ്ഷൻ സി. ഡൽഹി, ബാംഗ്ലൂർ, സൂറത്ത്, ഗുവാഹട്ടി ഓപ്ഷൻ ഡി. അപ്പോൾ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേകൾ ബന്ധിപ്പിക്കുന്ന മെഗാ നഗരങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇപ്പോൾ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ മെഗാ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ ഹൈവേകളാണെന്ത്? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേകൾ എന്ന് പറയുന്നത്. അപ്പോൾ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേകൾ എന്ന് പറയുന്നത് ഏതാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ മെഗാ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതകളാണെന്ത്? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേകൾ എന്ന് പറയുന്നത്. അപ്പോൾ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേകൾ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ മെഗാ നഗരങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹി, ഡൽഹിയിൽ നിന്ന് നേരെ മുംബൈ, മുംബൈയിൽ നിന്ന് എന്താണ്? ചെന്നൈ, ചെന്നൈയിൽ നിന്ന് കൊൽക്കത്ത. ഇതാണെന്ത്?
സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ മെഗാ നഗരങ്ങളെന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. നോക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. ശരിയാണ്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. അപ്പോൾ ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ് ഇന്ത്യൻ റെയിൽവേ. അതും ശരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. അതും ശരിയാണ്. 1853 ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ബോംബെ മുതൽ താനെ വരെ ആദ്യത്തെ ട്രെയിൻ ഓടിയത് 34 കിലോമീറ്ററാണ്. അതും ശരിയാണ്. അപ്പോൾ എന്താണ്? 1853 എന്ത് ഇന്ത്യൻ റെയിൽവേ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് അറിയപ്പെടുന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1853 ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത്. 34 കിലോമീറ്റർ ആയിരുന്നു ആദ്യത്തെ ട്രെയിൻ ഓടിയത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയതെന്നാണ്. കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് കൃത്യം 8 വർഷത്തിന് ശേഷം 1861 തിരൂർ മുതൽ ബേപ്പൂർ വരെ കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയത്. തിരൂർ മുതൽ ബേപ്പൂർ വരെ കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് 1861 1861. അപ്പോൾ എന്താണ്? ആ പ്രസ്താവന ശരിയാണ്. നിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേ 14 മേഖലകളായി തിരിച്ചിരിക്കുന്നു. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. 14 അല്ല, 16 മേഖലകളാണ്. അപ്പോൾ ഭരണനിർവഹണ സൗകര്യത്തിനായി ഇന്ത്യൻ റെയിൽവേയെ എത്ര മേഖലകളായാണ് തരംതിരിച്ചിരിക്കുന്നത്? 16 മേഖലകളാണ്. 14 അല്ല, 16 മേഖലകളാണ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയെ ഭരണ സൗകര്യത്തിനായി 16 മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ അവസാനത്തെ പ്രസ്താവനയാണ് തെറ്റ്. ബാക്കിയുള്ള എല്ലാ പ്രസ്താവനയും എന്താണ്? ശരിയാണ്. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. പാളങ്ങൾ തമ്മിലുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ 3 വിധത്തിൽ വർഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പാളങ്ങൾ തമ്മിലുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നിങ്ങനെ 3 തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ പാളങ്ങൾ തമ്മിലുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ 3 വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നിങ്ങനെ 3 തരംതിരിച്ചിട്ടുണ്ട്. ആ പ്രസ്താവന ശരിയാണ്. ബ്രോഡ് ഗേജിൻ്റെ നീളം 1.576 മീറ്ററാണ്. ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം 72%. എന്താണ്? ആ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ബ്രോഡ് ഗേജിൻ്റെ നീളം 1.576 അല്ല, 676 മീറ്ററാണ്. ബ്രോഡ് ഗേജിൻ്റെ നീളം 1.676 മീറ്ററാണ്. 676 മീറ്ററാണ്. ഇന്ത്യയിലെ ആനുപാതികത ദൈർഘ്യം, ബ്രോഡ് ഗേജിൻ്റെ ആനുപാതിക ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ്? 72 അല്ല, 74%. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ബ്രോഡ് ഗേജുകളാണ്. ബ്രോഡ് ഗേജിൻ്റെ നീളം 1.676 മീറ്ററാണ്. പാളങ്ങൾ തമ്മിലുള്ള അകലത്തിലെ നീളം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ബ്രോഡ് ഗേജിൻ്റെ ആനുപാതിക ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ്? 74%. മീറ്റർ ഗേജിൻ്റെ നീളം എന്താണ്? അത് പേരിൽ തന്നെ നമുക്ക് കിട്ടും. മീറ്റർ ഗേജിൻ്റെ നീളം എത്രയാണ്? 1 മീറ്ററാണ്. അപ്പോൾ മീറ്റർ ഗേജിൻ്റെ നീളം 1 മീറ്ററാണ്. അതിൻ്റെ ആനുപാതിക ദൈർഘ്യം എന്ന് പറയുന്നത് 21%. അപ്പോൾ ബ്രോഡ് ഗേജാണ് 1ാം സ്ഥാനം ആനുപാതിക ദൈർഘ്യത്തിൽ. 2ാം സ്ഥാനം മീറ്റർ ഗേജിനാണ്. 3ാം സ്ഥാനമാണെന്ത്? നാരോ ഗേജിന്. അടുത്ത പ്രസ്താവന നോക്കാം. നാരോ ഗേജിൻ്റെ നീളം 0.762 അല്ലെങ്കിൽ 0.610 മീറ്ററാണ്. ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം എന്ന് പറയുന്നത് 5%. എന്താണ്? ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ നാരോ ഗേജിൻ്റെ നീളം എത്രയാണ്? 0.762 അല്ലെങ്കിൽ 0.610 മീറ്ററാണ്. ആനുപാതിക ദൈർഘ്യം എന്ന് പറയുന്നത് 5%. വളരെ കുറച്ച് മാത്രമാണ് ഇന്ത്യയിൽ നാരോ ഗേജ് ഉള്ളത്. ഇനി നിലവിലെ പുതിയ പദ്ധതി പ്രകാരം നിലവിലുള്ള നാരോ ഗേജുകളെയും അതുപോലെ മീറ്റർ ഗേജിനെയൊക്കെ ബ്രോഡ് ഗേജാക്കി മാറ്റാനുള്ള പദ്ധതി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇനി വെറും ബ്രോഡ് ഗേജുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നാരോ ഗേജും മീറ്റർ ഗേജും ഉണ്ടാവില്ല. അപ്പോൾ ഇതിലെ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. അതെന്താണ്? ബ്രോഡ് ഗേജിൻ്റെ നീളം 1.576 അല്ല, 676 ആണ്. അതേപോലെ ആനുപാതിക ദൈർഘ്യം എന്ന് പറയുന്നത് 72 അല്ല,
74%. അപ്പോൾ ബ്രോഡ് ഗേജ് 74% ആനുപാതിക ദൈർഘ്യം, 21% മീറ്റർ ഗേജ് ആനുപാതിക ദൈർഘ്യം, 5% നാരോ ഗേജ് ആനുപാതിക ദൈർഘ്യം. ഇനി ബ്രോഡ് ഗേജിൻ്റെ നീളം 1.576 മീറ്റർ. മീറ്റർ ഗേജ് പിന്നെ നമുക്ക് പേരിൽ കിട്ടും 1 മീറ്റർ. നാരോ ഗേജ് ആകുമ്പോൾ 0.762 അല്ലെങ്കിൽ 0.610 മീറ്ററാണ് നാരോ ഗേജിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. 576 അല്ല 676 72% അല്ല 74%. അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യമാണ് കൊങ്കൺ റെയിൽവേയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. കൊങ്കൺ റെയിൽവേയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ നോക്കാം. 1998 നിർമ്മാണം പൂർത്തീകരിച്ച റെയിൽപാതയാണ് കൊങ്കൺ റെയിൽവേ. എന്താണ്? ശരിയാണ്. അപ്പോൾ കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ച വർഷം 1998ആണ്. അപ്പോൾ 1998 നിർമ്മാണം പൂർത്തീകരിച്ച റെയിൽപാതയാണെന്ത്? കൊങ്കൺ റെയിൽവേ. ശരിയാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയാണ് റെയിൽവേ വ്യാപിച്ചു കിടക്കുന്നത്. അതും ശരിയാണ്. അപ്പോൾ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയാണെന്ത്? കൊങ്കൺ റെയിൽവേ വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ കൊങ്കൺ റെയിൽവേ വ്യാപിച്ചു കിടക്കുന്നത് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയാണ്. ഈ മംഗലാപുരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? കർണാടകത്തിലെ പ്രധാനപ്പെട്ട തുറമുഖം ഏതാണ്? മംഗലാപുരമാണ്. മംഗലാപുരം പോർട്ടാണ് കർണാടകത്തിലെ പ്രധാനപ്പെട്ട തുറമുഖം. 740 കിലോമീറ്ററാണ് കൊങ്കൺ റെയിൽവേയുടെ നീളം. അതെന്താണ്? തെറ്റാണ്. 740 അല്ല 760 കിലോമീറ്ററാണ് എന്ത്? കൊങ്കൺ റെയിൽവേയുടെ നീളം. അപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ നീളം എത്ര കിലോമീറ്ററാണ്? 760 കിലോമീറ്ററാണ്. അപ്പോൾ 740 എന്നുള്ള പ്രസ്താവന തെറ്റാണ്. സഞ്ചാരപാതയിൽ 146 നദികൾ പിന്നിടുന്ന ഈ പാതയിൽ ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളുണ്ട്. അപ്പോൾ കൊങ്കൺ റെയിൽവേ എന്ന് പറഞ്ഞാൽ 146 ഏകദേശം 146 നദികൾ കടന്നു പോകുന്ന ഒരു പാതയാണ്. അതിൽ ഏകദേശം എന്ന് പറഞ്ഞാൽ 2000 പാലങ്ങളുണ്ട്. അതുപോലെ എന്താണ്? 91 തുരങ്കങ്ങളും ഉണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കം ഇവിടെയാണ്. 6.5 കിലോമീറ്റർ. അപ്പോൾ 6.5 കിലോമീറ്റർ നീളമുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ തുരങ്കം എന്ന് പറയുന്നത് കൊങ്കണിലാണ്. എവിടെയാണ്? കൊങ്കണിലാണ്. അപ്പോൾ കൊങ്കൺ റെയിൽവേയിലാണ് എന്ത്? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുരങ്കം എന്നറിയപ്പെടുന്നത്. ഏകദേശം 6.5 കിലോമീറ്റർ നീളമാണെന്ത്? കൊങ്കൺ റെയിൽവേയുടെ തുരങ്കത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ അതും ശരിയാണ്. മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളെയാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. അതും ശരിയാണ്. നമ്മൾ പറഞ്ഞു മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയാണെന്ത്? കൊങ്കൺ റെയിൽവേയുടെ നീളം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ കൊങ്കൺ റെയിൽവേയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഗോവയും കൂടി വരും. മഹാരാഷ്ട്ര, ഗോവ, കർണാടക. അപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, ഗോവ, അതുപോലെ കർണാടക. ഈ 3 സംസ്ഥാനങ്ങളാണ്. ഈ 3 സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത്? കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിലെ തെറ്റ് എന്ന് പറയുന്നത് 740 കിലോമീറ്റർ എന്ന് തന്നിരിക്കുന്ന ആ പ്രസ്താവനയാണ്. 740 അല്ല 760 കിലോമീറ്റർ ആണെന്ത്? കൊങ്കൺ റെയിൽവേയുടെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ നീളം എത്രയാണ്? 760 കിലോമീറ്ററാണ്. ആ ഒരു പ്രസ്താവനയാണെന്ത്? ഇതിൽ തെറ്റായ പ്രസ്താവന. അടുത്തത് നോക്കാം. ജലഗതാഗതത്തിൻ്റെ പൊതുവായ മേന്മകളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ജലഗതാഗതത്തിന് കുറച്ച് മേന്മകളുണ്ട്. ആ മേന്മകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം. അതെന്താണ്? മേന്മയാണ്. വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഉചിതം. അതും അതിൻ്റെ മേന്മയാണ്. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അതും എന്താണ്? ജലഗതാഗതത്തിൻ്റെ മേന്മയാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത്. അതും എന്താണ്? ജലഗതാഗതത്തിൻ്റെ മേന്മയാണ്. ജലമലിനീകരണം ഉണ്ടാക്കുന്നു. അതെന്താണ്? അങ്ങനൊരു ജലഗതാഗതത്തിൻ്റെ മേന്മയല്ല എന്ത്? ജലമലിനീകരണം ഉണ്ടാക്കുന്നു എന്നത്. ഒരിക്കലും ജലമലിനീകരണം എന്തുണ്ട്? ജലഗതാഗതം ജലമലിനീകരണം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അവസാനത്തതാണെന്ത്? അതിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ജലഗതാഗതത്തിൻ്റെ മേന്മകളിൽ ഉൾപ്പെടാത്തത് അവസാനത്തെയാണ്. ജലമലിനീകരണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ജലഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗത മാർഗ്ഗം. ഒന്നാമത്തെ മേന്മ. അതുപോലെ വൻതോതിൽ ചരക്കു ഗതാഗതത്തിന് ഉചിതം. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത്. നമുക്കറിയാം അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ച മാർഗ്ഗം എന്ന് പറയുന്നത് ജലഗതാഗതമാണ്. കാരണം വിശാലമായ കടലുകളാണെന്ത്? പല അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ അതിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും യോജിച്ചതും ഏറ്റവും കൂടുതൽ ചരക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതും എന്താണ്? ജലഗതാഗതമാണ്. അപ്പോൾ ഒന്നുകൂടിയും പറയാം. ജലഗതാഗതത്തിൻ്റെ മേന്മകൾ എന്ന് പറയുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ്. വൻതോതിൽ ചരക്കു ഗതാഗതത്തിന് ഉചിതമാണ്. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അന്താരാഷ്ട്ര വ്യാപാരത്തിന്
ഏറ്റവും യോജിച്ചതാണ്. അടുത്തത് നോക്കാം. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ജലാശയങ്ങളിൽ ഉൾപ്പെടുന്നവ. ഇപ്പോൾ ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ജലാശയങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയെന്നാണ് ചോദ്യം. നോക്കാം. ഗംഗ ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും, ഗോദാവരി കൃഷ്ണ നദികളും പോഷക നദികളും, ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ, ഗോവയിലെ മണ്ടോവി സുവാരി നദികൾ, കേരളത്തിലെ കായലുകൾ, ഇവയെല്ലാം. അപ്പോൾ എന്താണ്? ഇവയെല്ലാം പെടും. അപ്പോൾ ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ജലാശയങ്ങൾ ഏതൊക്കെയാണ്? ഈ പറഞ്ഞ എല്ലാം വിടും. അപ്പോൾ ഒന്ന് നോക്കാം നമുക്ക്. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ജലാശയങ്ങൾ ഏതൊക്കെയാണ്? ഗംഗ ബ്രഹ്മപുത്ര നദികളും അതിൻ്റെ പോഷക നദികളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഗോദാവരി കൃഷ്ണ നദികളും അതിൻ്റെ പോഷക നദികളെയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാലും ഉൾനാടൻ ജലഗതാഗതത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഗോവയിലെ മണ്ടോവി സുവാരി നദികളും എന്ത് ചെയ്യുന്നുണ്ട്? ജലഗതാഗതത്തിനായി ഉൾനാടൻ ജലഗതാഗതത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിലെ കായലുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഉൾനാടൻ ജലഗതാഗതത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ വർഷം ഏതാണ്? 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായത്. അതും അടിച്ചു വെക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാം എന്തുണ്ട്? ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ജലാശയങ്ങളാണ്. ഏതൊക്കെയാണ്? ഗംഗ ബ്രഹ്മപുത്ര നദികളും അതിൻ്റെ പോഷക നദികളും, ഗോദാവരി കൃഷ്ണ നദികളും അതിൻ്റെ പോഷക നദികളും, ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ, കേരളത്തിലെ കായലുകൾ, ഗോവയിലെ മണ്ടോവി സുവാരി നദികൾ എന്നിവ. അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫാക്റ്റാണ്. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ്, 1986. അപ്പോൾ 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്. അപ്പോൾ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം എന്ന് പറയുന്നത് 1986. ഏതാണ്? 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്. ഇതിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ വിവിധ ദേശീയ ജലപാതകളുള്ളത്. അപ്പോൾ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി 1986 രൂപീകരിച്ചു. അതിൻ്റെ കീഴിലാണ് വിവിധ ദേശീയപാതകൾ ദേശീയ ജലപാതകൾ രൂപീകരിച്ചിട്ടുള്ളത്. നാഷണൽ വാട്ടർ വേസ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളും അവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും തമ്മിലുള്ള ജോഡിയാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി, അതായത് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. നോക്കാം. ദേശീയ ജലപാത 1 അലഹബാദ് മുതൽ ഹാൽഡിയ വരെ എന്താണ്? ശരിയാണ്. അപ്പോൾ ദേശീയ ജലപാത 1 അലഹബാദ് മുതൽ ഹാൽഡിയ വരെ എന്താണ്? ശരിയാണ്. അപ്പോൾ ഏതാണ് ദേശീയ ജലപാത 1 എന്ന് പറയുന്നത്? അലഹബാദ് ഹാൽഡിയാണ്. ഏറ്റവും വലിയ നീളം കൂടിയ ജലപാതയും ഇതാണ്, അലഹബാദ് ഹാൽഡിയാണ്. ദേശീയ ജലപാത 2 സാദിയ ദുബ്രി, അതും എന്താണ്? ശരിയാണ്. ദേശീയ ജലപാത 2 ഏതാണ്? സാദിയ ദുബ്രിയാണ്. ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ അല്ലെങ്കിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെ. ഇങ്ങനെ രണ്ടും PSCക്ക് തന്നിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏത് എന്ന് പറഞ്ഞാലും ഒന്നാണ്. അതേപോലെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും തരാറുണ്ട്, അത് പറഞ്ഞാലും ദേശീയ ജലപാത 3 തന്നെയാണ്. ഓക്കെ. അപ്പോൾ ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ശരിയാണ്. അപ്പോൾ കേരളത്തിലെ ദേശീയ ജലപാത എന്ന് പറയുന്നത് ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, അല്ലെങ്കിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെ, അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും തരും. ഏത് തന്നാലും ദേശീയ ജലപാത 3. ദേശീയ ജലപാത 4 കാക്കിനട മുതൽ പുതുച്ചേരി വരെ, അതും ശരിയാണ്. അപ്പോൾ കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള ദേശീയപാതയാണ് ദേശീയ ജലപാത 4. ദേശീയ ജലപാത 4 കാക്കിനട മുതൽ പുതുച്ചേരി വരെ, അതും ശരിയാണ്. ദേശീയ ജലപാത 5 ഡൽഹി മുതൽ പഞ്ചാബ് വരെ, അതെന്താണ്? തെറ്റാണ്. ഡൽഹി മുതൽ പഞ്ചാബ് വരെ തെറ്റാണ്. ദേശീയ ജലപാത 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മണി ഡെൽറ്റ പ്രദേശങ്ങളിലൂടെയാണ് ദേശീയ ജലപാത 5. ബ്രഹ്മണി നദീതീരങ്ങളുടെ നദീവ്യവസ്ഥ, സുന്ദർബൻ ഡെൽറ്റ, ബ്രഹ്മണി നദീവ്യവസ്ഥയിലൂടെയൊക്കെയാണ് ദേശീയ ജലപാത 5 എന്ന് പറയുന്നത്, അല്ലാതെ ഡൽഹി പഞ്ചാബ് അല്ല. അപ്പോൾ ദേശീയ ജലപാത 5 എന്നുള്ളത് തെറ്റാണ്. ഡൽഹി പഞ്ചാബ് അല്ല, ബ്രഹ്മണി നദീവ്യവസ്ഥയാണ്. ബ്രഹ്മണി നദീവ്യവസ്ഥയിലൂടെയാണ് ദേശീയ ജലപാത 5 എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. ഇന്ത്യയുടെ പശ്ചിമ തീര അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീര തുറമുഖങ്ങളിൽ ഉൾപ്പെടാത്തത്. പടിഞ്ഞാറൻ തീര തുറമുഖങ്ങളും കിഴക്കൻ തീര തുറമുഖങ്ങളും, അല്ലെങ്കിൽ പശ്ചിമ തീര തുറമുഖങ്ങൾ, പൂർവ്വ തീര തുറമുഖങ്ങൾ. ഇത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്.
പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ജോഡി ശരിയാക്കി തരാനോ അങ്ങനെ ഒറ്റയാനെ കണ്ടെത്താനൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ പശ്ചിമ തീര അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീര, പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഗുജറാത്തിൻ്റെ ഈ സൈഡ് ചിന്തിക്കുക. കിഴക്ക് എന്ന് പറയുന്നത് നമ്മളെ അരുണാചൽ പ്രദേശ്, ആസാം അങ്ങനത്തെ ആ സൈഡ് ചിന്തിക്കുക. തെക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ കേരളം, തമിഴ്നാട് ആ സൈഡ് ചിന്തിക്കുക. വടക്ക് എന്ന് പറയുമ്പോൾ കാശ്മീർ. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ ഇന്ത്യയുടെ ഭൂപടം മനസ്സിൽ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് സ്ഥലങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അത് ഏത് ഭാഗമാണെന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യയുടെ തെക്ക് എന്ന് പറയുമ്പോൾ അതെന്താണ്, കേരളത്തിൻ്റെ ആ പൊസിഷൻ ഓർത്ത് വെക്കുക, കേരളം തമിഴ്നാടിൻ്റെ ആ പൊസിഷൻ. വടക്ക് എന്ന് പറയുമ്പോൾ കാശ്മീർ, പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഗുജറാത്ത്. ഇനി കിഴക്ക് എന്ന് പറയുമ്പോൾ 7 സ്റ്റേറ്റ്സ്, 7 സഹോദരിമാർ വരുന്ന ആ ഇതുണ്ടല്ലോ, ത്രിപുര, ആസാം, അരുണാചലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇത് മൈൻഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ആ ഭാഗമാണ് എന്ത്, കിഴക്കൻ പ്രദേശം എന്ന് പറയുന്നത്. കിഴക്കം അല്ലെങ്കിൽ പൂർവ്വം. പടിഞ്ഞാറിന് എന്താണ് പറയുക, പശ്ചിമം. തെക്കിന് എന്താ പറയുക, തെക്കിന് ദക്ഷിണം, വടക്കിന് ഉത്തരം. അങ്ങനെ ഈ ദിശകൾ കണക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ്റെ മാപ്പ് മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ഒരുവിധം നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. അപ്പോൾ ഇന്ത്യയുടെ പശ്ചിമ തീര അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീര തുറമുഖങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. നോക്കാം. കണ്ടില, മുംബൈ, നവശേവ, മർമഗോവ, തൂത്തുക്കുടി, ചെന്നൈ, മംഗലാപുരം, കൊച്ചി. അപ്പോൾ ഇതിൽ പശ്ചിമ തീര അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീര തുറമുഖങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, തൂത്തുക്കുടി, ചെന്നൈയാണ്. അപ്പോൾ തമിഴ്നാട് മുതൽ അങ്ങോട്ട് വരുന്നത് എന്താണ്, പൂർവ്വ തീരമാണ്. പൂർവ്വ തീരം അല്ലെങ്കിൽ കിഴക്കൻ തീരമാണ്. തമിഴ്നാടിൻ്റെ ഇപ്പുറം കേരളം വരെയാണ് എന്ത്, പശ്ചിമ തീരം എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്യുക. പശ്ചിമ തീരം എന്ന് പറയുന്നത് കേരളം വരെയാണ്. ശരിക്ക് ഇതിൻ്റെ ബോർഡർ അറിയുമ്പോൾ കന്യാകുമാരി വരെ. പക്ഷെ നമ്മൾ ഈ തുറമുഖങ്ങളെ കാര്യം പഠിക്കുമ്പോൾ കേരളത്തിലുള്ളത് പശ്ചിമ തീരം, തമിഴ്നാട്ടിലുള്ളത് പൂർവ്വ തീരം ആക്കി തന്നെ പഠിക്കുക. അപ്പോൾ തൂത്തുക്കുടിയും ചെന്നൈയും തമിഴ്നാട്ടിലെ തുറമുഖങ്ങളാണ്. അതെവിടെയാണ് വരുന്നത്, പൂർവ്വ തീരത്ത് അല്ലെങ്കിൽ കിഴക്കൻ തീരത്താണ്. ബാക്കി കണ്ടില, മുംബൈ എവിടെയാണ്, കണ്ടില എവിടെയാണ്, ഗുജറാത്തിലാണ്. മുംബൈ നമുക്കറിയാം, മുംബൈയിലാണ്. നവശേവ എവിടെയാണ്, അതും മുംബൈ മഹാരാഷ്ട്രയിലാണ്. നവശേവ എവിടെയാണ്, അതും മഹാരാഷ്ട്രയിലാണ്. മർമഗോവ നമുക്ക് പേരിലറിയാം, ഗോവയിലാണ്. മംഗലാപുരം കർണാടകയിലാണ്. കൊച്ചി കേരളത്തിലാണ്. അതുപോലെ നമ്മുടെ ഇനി വന്ന വിഴിഞ്ഞം ആണ്. അങ്ങനെ വിഴിഞ്ഞടക്കം ഒക്കെ എന്താണ്, പശ്ചിമ തീര അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീര തുറമുഖങ്ങളാണ്. അപ്പോൾ ഇതിൽ പടിഞ്ഞാറൻ തീര തുറമുഖങ്ങൾ ഉൾപ്പെടാത്തത് തൂത്തുക്കുടിയും ചെന്നൈയാണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്, പടിഞ്ഞാറൻ തീര അല്ലെങ്കിൽ പശ്ചിമ തീര അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീര തുറമുഖങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പൂർവ്വ തീര അല്ലെങ്കിൽ കിഴക്കൻ തീര തുറമുഖങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരദ്വീപ്, ഹാൽഡിയ, കൊൽക്കത്ത, മുംബൈ, നവശേവ. ഏതാണ്? നമുക്കറിയാം, മുംബൈ നവശേവയാണ്. ഓപ്ഷൻ ഡി ആണ്. തൂത്തുക്കുടി, ചെന്നൈ എവിടെയാണ്? തമിഴ്നാട്ടിലെ തുറമുഖങ്ങളാണ്. അതെന്താണ്, പൂർവ്വ തീര അല്ലെങ്കിൽ കിഴക്കൻ തീര തുറമുഖമാണ്. വിശാഖപട്ടണം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ തുറമുഖമാണ് വിശാഖപട്ടണം. അതും എവിടെയാണ്? പൂർവ്വ തീരം അല്ലെങ്കിൽ കിഴക്കൻ തീരത്താണ്. പാരദ്വീപ് എവിടുത്തെ തുറമുഖമാണ്? ഒഡീഷയിലെ തുറമുഖമാണ് പാരദ്വീപ്. അതും ഏതാണ്? കിഴക്കൻ തീര അല്ലെങ്കിൽ പൂർവ്വ തീര തുറമുഖമാണ്. ഹാൽഡിയയും കൊൽക്കത്തയും ഏതാണ്? പശ്ചിമ ബംഗാളിലെ പ്രധാന തുറമുഖങ്ങളാണ്. അതും എന്താണ്? പൂർവ്വ തീര അല്ലെങ്കിൽ കിഴക്കൻ തീര തുറമുഖങ്ങളാണ്. അപ്പോൾ കിഴക്കൻ തീര തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? അവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ തൂത്തുക്കുടി, ചെന്നൈ, പിന്നീട് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം, ഒഡീഷയിലെ പാരദ്വീപ്, പശ്ചിമ ബംഗാളിലെ ഹാൽഡിയ, കൊൽക്കത്ത. ഇത്രയുമാണ് എന്ത്, പൂർവ്വ തീര അല്ലെങ്കിൽ കിഴക്കൻ തീര തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് മുംബൈ, നവശേവയാണ്. മുംബൈയും നവശേവയും എവിടെയാണ്? പശ്ചിമ തീര അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീര തുറമുഖങ്ങൾക്ക് ഉദാഹരണമാണ്. പടിഞ്ഞാറൻ തീര തുറമുഖങ്ങളിൽ ഉൾപ്പെട്ടതാണെന്ത്, മുംബൈയും നവശേവയും. നമുക്കറിയാം രണ്ടും വരുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ തുറമുഖങ്ങളാണ് മുംബൈയും നവാശേവയും. ഓക്കെ, അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്വാഭാവിക ആയം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാഭാവിക ആയമുള്ള ഒരു തുറമുഖമാണ് എന്ത്, വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്വാഭാവിക ആയം എത്രയാണ്? 22 ആണോ, 23 ആണോ, 24 ആണോ, 26 ആണോ? ഉത്തരം ഓപ്ഷൻ സി ആണ്, 24 മീറ്ററാണ്. 24 മീറ്ററാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്വാഭാവിക ആഴം എന്ന് പറയുന്നത്. 24 മീറ്ററാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്വാഭാവിക ആഴം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം. ഇപ്പോൾ ഇന്ത്യയിലെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്നത് ആരാണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്.
അതിൻ്റെ കീഴിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം എത്രയാണ്? 10, 15, 11, 13. എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 11. അപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ ഇന്ത്യയിൽ 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്ന അതോറിറ്റി ഏതാണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്നത്. അവരുടെ കീഴിലുള്ള ഇന്ത്യയിലെ അന്താരാഷ്ട്ര എയർപോർട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 11 ആണ്. എത്രയാണ്? 11 എയർപോർട്ടുകളാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഇന്ത്യയിലെ അന്താരാഷ്ട്ര എയർപോർട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. നെയ്വേലി ലിഗ്നൈറ്റ്, ജാറിയ കൽക്കരി, ഡിഗ്ബോയ് പെട്രോളിയം. എല്ലാം ശരി. ഏതാണ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്? ഉത്തരം എന്താണ്? എല്ലാം ശരിയാണ്. അപ്പോൾ ലിഗ്നൈറ്റിൻ്റെ നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയാണ്? നെയ്വേലിയിലാണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് ഇന്ത്യയിൽ ലിഗ്നൈറ്റിൻ്റെ നിക്ഷേപം കാണപ്പെടുന്നത്. ജാറിയ ഏതാണ്? ജാറിയ കൽക്കരി പാടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ജാർഖണ്ഡിലെ ജാറിയ. ഡിഗ്ബോയ് എന്താണ്? പെട്രോളിയം ഖനനത്തിന് പ്രശസ്തമാണ് ഡിഗ്ബോയ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് അസമിലെ ഡിഗ്ബോയിൽ നിന്നാണ്. അപ്പോൾ എന്താണ്? എല്ലാം ശരിയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ നെയ്വേലിയാണ് ലിഗ്നൈറ്റിൻ്റെ നിക്ഷേപമുള്ളത്. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാരിയാണ്, ജാർഖണ്ഡ് സംസ്ഥാനത്താണ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത സ്ഥലം അസമിലെ ഡിഗ്ബോയി ആണ്. അപ്പോൾ എന്താണ്? എല്ലാം ശരിയാണ്. അപ്പോൾ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. എല്ലാം ശരിയാണ്. അപ്പോൾ 3 ഫാക്റ്റുകളാണ് പ്രധാനപ്പെട്ട, 3ഉം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണെന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണെന്ത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത്. എന്നാൽ ആദ്യമായിട്ട് എണ്ണ ഖനനം അല്ലെങ്കിൽ പെട്രോളിയം ഖനനം ചെയ്ത സ്ഥലമാണെന്ത്? അസമിലെ ഡിഗ്ബോയ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാർഖണ്ഡിലെ ജാരിയയാണ്. അതുപോലെ ലിഗ്നൈറ്റിൻ്റെ നിക്ഷേപമുള്ള ഇന്ത്യയിലെ പ്രദേശം തമിഴ്നാട്ടിലെ നെയ്വേലിയാണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയാണിത് ലിഗ്നൈറ്റിൻ്റെ നിക്ഷേപം ഉള്ളത്. ഇനി ഇന്ത്യയിൽ കാണപ്പെടുന്ന കൽക്കരി എന്ന് പറയുന്നത് ഏതാണ്? ബിറ്റുമിനസ് ആണ്. ബിറ്റുമിനസ് ഇനത്തിൽപ്പെട്ട കൽക്കരിയാണെന്ത് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. അടുത്തത് ഈ വീഡിയോയിലെ ഈ ചാപ്റ്ററിലെ തന്നെ അവസാനത്തെ ചോദ്യമാണ്. കർണാടകയിലെ പ്രധാന തുറമുഖം ഏതാണ്? നമുക്കറിയാം, സിമ്പിളാണ്. ഓപ്ഷൻ ബി ആണ്, മംഗലാപുരമാണ്. വിശാഖപട്ടണം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. പാരദീപ് ഒഡീഷയിലാണ്. ഹാൽഡിയ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ കർണാടകത്തിലെ പ്രധാന തുറമുഖം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മംഗലാപുരമാണ്. അപ്പോൾ വിശാഖപട്ടണം തുറമുഖം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. പാരദീപ് തുറമുഖം ഒഡീഷയിലാണ്. ഹാൽഡിയ തുറമുഖം എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. നവസേവ മുംബൈ മഹാരാഷ്ട്രയിൽ. കണ്ട്ല ഗുജറാത്തിൽ. മർമഗോവ ഗോവ. അതുപോലെ കൊച്ചി എവിടെയാണ്? കേരളത്തിലാണ്. കൊച്ചി വിഴിഞ്ഞം കേരളത്തിലാണ്. തൂത്തുക്കുടി ചെന്നൈ തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഇത്രയും നമ്മൾ കിഴക്കൻ തീര തുറമുഖങ്ങളും പശ്ചിമ തീര തുറമുഖങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ കർണാടകയിലെ പ്രധാന തുറമുഖം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മംഗലാപുരമാണ്. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്തു? നമ്മുടെ 10ാം ക്ലാസ് ജോഗ്രഫിയിലെ 8ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് NCERT ഭാഗങ്ങളാണ് ജോഗ്രഫിയിൽ നോക്കാനുള്ളത്. അതിൻ്റെ വീഡിയോ ചെയ്തുതരാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് LDCക്കാർക്ക് വേണ്ടിയിട്ട്, പാലക്കാട് LDCക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിനി കുറച്ച് ദിവസങ്ങളിൽ എന്താണ് കറണ്ട് അഫയേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നാളെ നമ്മൾ വരാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ 2024 കേന്ദ്ര മന്ത്രിസഭയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോയുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.